ആരോഗ്യമുള്ള മുടി, അതാണ് ഏവർക്കും ആഗ്രഹം. എന്നാൽ ചില സാഹചര്യങ്ങൾ മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. അമിതമായ മുടി കൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട്. ശരിയായ പരിചരണത്തിൻ്റെ അഭാവം മുതൽ ഗുരുതരമായ മെഡിക്കൽ അവസ്ഥകൾ വരെ ഇതിൽ വരാം. മുടി കൊഴിച്ചിലിൻ്റെ കഥകളാണ് എവിടെയും നോക്കിയാൽ കേൾക്കുക. കൊഴിഞ്ഞു പോകുന്ന മുടിനാരുകളുടെ കണക്കെടുത്താലോ ടെൻഷൻ കൂടത്തേയുള്ളൂ. അത് വീണ്ടും മുടി കൊഴിച്ചിൽ കൂട്ടും. അമിത ടെൻഷനും മുടി കൊഴിച്ചിലിനൊരു കാരണമാണ്. അതുകൊണ്ട് ഇനി ടെൻഷൻ വേണ്ട. അതെങ്ങനെ സധൈര്യം നേരിടാമെന്ന് നമുക്ക് നോക്കാം. മുടി കൊഴിച്ചിലിന് നിരവധി കാരണങ്ങളുണ്ട്. ജനിതക ഘടകങ്ങൾ, ഹോർമോൺ വ്യതിയാനം, തൈറോയിഡ്, PCOD, സമ്മർദ്ദം, പോഷകാഹാരക്കുറവ്, മരുന്നുകളുടെ അമിതമായ ഉപയോഗം, തലയോട്ടിയിലെ അണുബാധ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, അങ്ങനെ പോകുന്നു. നിരവധി കാരണങ്ങളിൽ ചിലത് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. മുടികൊഴിച്ചിൽ സാധാരണമാണ്. ശരിയായ പരിചരണം വഴി നമ്മൾക്കത് നിയന്ത്രിക്കാൻ സാധിക്കും. 50 മുതൽ 100 മുടി വരെ ഡെയിലി പോകുന്നത് നോർമലായിട്ടാണ് പരിഗണിക്കാറ്. ഒരു മുടി കൊഴിഞ്ഞു പോയാൽ തന്നെ നമുക്ക് ടെൻഷനാണ്. മുടി കൊഴിച്ചിൽ മാറാൻ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദിവസവും വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കാം. മുട്ട, മത്സ്യം, പാൽ, പച്ചക്കറികൾ. മുടിയിലേറെ ഭാഗവും കെരാറ്റിൻ എന്ന പ്രോട്ടീനായാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ സമൃദ്ധമായ ആഹാരങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തണം. ദിവസവും 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ 1-2 ആഴ്ചകൾ കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഇവയോടൊപ്പം തന്നെ ഓയിൽ മസാജും ഹെയർ മാസ്കുകളും ചെയ്തു തുടങ്ങാം. ആഴ്ചയിൽ 2-3 ദിവസം ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മുടിയുടെയും സ്കാൽപ്പിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സാധിക്കുന്നു. അതിനായി ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായ ഓയിൽ തിരഞ്ഞെടുക്കാം. വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും വെളിച്ചെണ്ണയായാലും നീലഭൃംഗാന്തി ഓയിലായാലും ഏതാണോ ഓരോരുത്തർക്കും സ്യൂട്ടാകുന്നത് ആ ഓയിൽ തിരഞ്ഞെടുത്ത് ആഴ്ചയിൽ 2-3 ദിവസം ഉപയോഗിക്കുക. അതുവഴി തലയിൽ ചൂട് കുറയുന്നുണ്ട്. മുടിയുടെ ഉണങ്ങിയ ഭാഗങ്ങൾക്കൊരു ഹൈഡ്രേഷൻ നൽകുന്നു. മാനസിക സമ്മർദ്ദം കുറയുന്നു. അനുയോജ്യമായ 1-2 ഹെയർ പാക്കുകൾ കൂടി നോക്കാം. അലവേര ജെല്ലും വെളിച്ചെണ്ണയും നാരങ്ങാ നീരും കൂടി മിക്സ് ചെയ്ത് ഒരു പാക്കാക്കിയിട്ട് യൂസ് ചെയ്യുക. ഉലുവയും ആര്യവേപ്പിലയും കൂടി മിക്സ് ചെയ്ത് ഹെയർ പാക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കറിവേപ്പില, അലവേര, ആര്യവേപ്പില, ഉലുവ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതും തലമുടിക്ക് വളരെ നല്ലതായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. ധാരാളം വ്യത്യസ്തങ്ങളായ ഓയിലുകളും ഹെയർ മാസ്കുകളും ഒക്കെ ദിവസേന നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ പരീക്ഷിക്കാറുമുണ്ട്, അല്ലേ? എന്നാൽ കെമിക്കലുകൾ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ ഉപയോഗവും അമിതമായ സ്ട്രെസ്സും സമയക്കുറവും ഇതൊക്കെയാണ് നാം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ. ഇതൊക്കെ നിയന്ത്രിക്കാൻ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ആരോഗ്യമുള്ള ശരീരത്തോടൊപ്പമാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്നല്ലേ?